it's me Harsha and welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ ഷോപ്സി ആപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് അടിപൊളി ജ്വല്ലറി ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കാൻ പോണത്. ഇയറിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ നെക്ക് പീസസ് ഉണ്ട്, ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് എനിക്ക് കാണിക്കുന്നത് ഈ ഒരു പെയർ ഓഫ് ഇയറിംഗ്സ് ആണ്. ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊച്ചിട്ടേക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ പിക്ചർ ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിമിലർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു സിമിലർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. പക്ഷെ ഞാൻ കണ്ടതിൽ ഇതിൻ്റെ ഈ ഒരു താഴത്തെ ഈ ഒരു ബീഡ്സ് ഉണ്ടല്ലോ, ഈ ഒരു മുത്ത്, അത് സിൽവർ ആണ്. പക്ഷെ എൻ്റെ പേർപ്പിളാണ്, എനിക്ക് സിൽവർ കിട്ടിയില്ല എന്നുള്ളതാണ്. കുറച്ച് വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. പക്ഷെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ട് കാണിക്കാം, എന്നിട്ട് ഇത് നമുക്ക് ഇട്ടിട്ട് തന്നെ ജുംകാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പെയറാണിത്. എനിക്ക് ജുംകാസ് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതും ഇങ്ങനെ ഹുക്ക് ഉള്ള ജുംകാസ്, അതായത് ഇങ്ങനെ ഹൂപ്പുള്ളതോ അല്ലെങ്കിൽ സ്റ്റഡ് ടൈപ്പുള്ള ജുംക്കേനെക്കാട്ടും ഇഷ്ടം എനിക്കിങ്ങനെ ഹുക്ക് ടൈപ്പ് ഉള്ളതാണ്. അതാണ് നമുക്ക് കംഫർട്ടബിൾ ആൻഡ് നല്ല ഭംഗിയാണ് ഇടാനായിട്ട്. ഈ സെക്കൻഡ് ഐറ്റം എനിക്ക് കാണിക്കാനുള്ളത് ബ്രേസ്ലെറ്റ് ആണ്. ബേസിക്കലി ഇത് ഒരു മംഗൾസൂത്ര ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. നമ്മുടെ കരിമണിമാല മംഗൾസൂത്രം ഉണ്ടല്ലോ അതിൻ്റെ പോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണിത്. അപ്പം ആദ്യമേ ഓർഡർ ചെയ്ത് വന്നത് അതിൽ മറ്റേ നമുക്ക് ഹുക്ക് ഉണ്ടായില്ല. അപ്പം ഞാൻ വീണ്ടും അത് കൊടുത്തു, റീപ്ലേസ് ചെയ്തു. കണ്ടില്ലേ, ഇതാണ് സംഭവം. കണ്ടില്ലേ, ബ്ലാക്ക് ബീഡ്സ് ആയിട്ട്. ആൻഡ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ എല്ലാ ലെറ്ററും കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൻ്റെ ലെറ്റർ വെച്ചിട്ട് ഞാൻ ഈ ഒരു ലെറ്ററാണ് എടുത്തേക്കുന്നത്. ജിബിൻ്റെ ജി ആണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ കയ്യിൽ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വരും കണ്ട. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇപ്പോൾ ഒരു ഫാഷനാണ് നമുക്ക് നമ്മുടെ മംഗൾസൂത്രം നമുക്ക് നമ്മുടെ കയ്യിലും ഇടാം. നെക്ക് പീസ് വേറെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മംഗൾസൂത്രം ഇങ്ങനെ കയ്യിൽ വേണമെങ്കിലും ഇടാം. അപ്പം ഇത് നല്ലൊരു പീസാണ് കേട്ടോ. ഇത് നല്ല രസമാണ് ഇത് കാണാനായിട്ടും. ആൻഡ് ഒബ്വിയസ്ലി നല്ലൊരു എന്താ പറയുക, നമുക്ക് ഒരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി അല്ലേ ഇങ്ങനെ ആൽഫബറ്റൊക്കെ ഉള്ളൊരു ബ്രേസ്ലെറ്റ് ഇടാന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത്. തേർഡ് പീസ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഡിഫറെൻ്റ് എന്ന് പറയാനായിട്ട് ഞാൻ ഡിഫറെൻ്റ് ഐറ്റം അല്ല, ഐറ്റം ഇത് കുറേ നാൾ മുന്നേ വന്നതാണ്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇത് ഒരു ഇയർ കഫ്സ് ആണ്. ഇതൊരു ഇയർ കഫ്സ് ആണ് കേട്ടോ. ഒരു പെയർ ആയിട്ടാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പം ഇതിൽ കുറേ ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഇട്ട് കാണിക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. നമ്മളിത് ഇങ്ങനെ ഇടും, എന്നിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ വെക്കാം. ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ വെക്കും. കണ്ടില്ലേ, നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. എന്താ പറയുക, നല്ല ഒരു ഫ്യൂഷൻ ലുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഹാങ്കിങ്സ് ഇഷ്ടമല്ല, എന്നാൽ കുറച്ച് വലിയ ഇയറിങ്സ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇയറിങ്സ് തീർച്ചയായിട്ടും നല്ല രസമാണ് കേട്ടോ. പല ഡിസൈൻസ്, പല പാറ്റേൺസിൽ നമുക്കിത് കിട്ടും. അപ്പോൾ എനിക്ക് എൻ്റെ ചെവിയിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഒരു പാറ്റേൺ അല്ല എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, നല്ല രസമാണ്. ചെറിയ മണി പോലത്തെ മുത്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. ആൻഡ് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാവുന്നതാണ്. സാരി ആയാലും ചുരിദാർ ആയാലും എന്താണോ നിങ്ങൾ ഡ്രസ്സ് ഇടുന്നത്, അതിൻ്റെ ഈവൻ ജീൻസ് ടോപ്പിൻ്റെ കൂടെ വരെ ഇത് ഇടാനാണെങ്കിൽ സൂപ്പർവായിരിക്കും. നല്ലൊരു ഫാഷനിസ്റ്റ വൈബൊക്കെ വരും കേട്ടോ. നെക്സ്റ്റ് ഐറ്റം ഒരു അടിപൊളി ഒരു പീസാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ, മീൻസ് മേലെ എന്നുള്ളൊരു വാക്കില്ലേ, അതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ പീസ് എന്ന് പറയുന്നത്. ഇതൊരു രുദ്രാക്ഷ് ആൻഡ് സിൽവർ ഓക്സിഡൈസ്ഡ് മിക്സ് ആയിട്ടുള്ളൊരു ജ്വല്ലറി ആണ്. ഇത് നെക്ക് പീസ് ആൻഡ് ഇയറിങ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ.
ഞാനിത് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച നെക്ക് പീസ് മാത്രമേ ഉള്ളൂ, കാരണം ഇയറിങ്സ് അതിൽ ഷോ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇയറിങ്സും ഉണ്ട്. അപ്പം എന്താ ബോണസ് കിട്ടിയതുപോലെ ആയിപ്പോൾ, ജാക്ക് പോട്ട് അടിച്ചതുപോലെ ആയിപ്പോയിട്ടാ. അപ്പം ഞാൻ ഇത് വെയർ ചെയ്ത് കാണിച്ചു തരാം. എന്താ ഇത് ഭയങ്കര ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഈ രുദ്രാക്ഷ ജ്വല്ലറി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഗണപതിയുടെ ഡിസൈനാണ് കേട്ടോ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള 2 ഇയറിങ്സും നമുക്ക് കിട്ടുന്നുണ്ട്, 2 രുദ്രാക്ഷം ആൻഡ് താഴെ ഈ ഒരു ഗണപതിയുടെ ഡിസൈനുമായിട്ട്. ഫുള്ളായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഫുൾ ജ്വല്ലറി സെറ്റായിട്ട് ഇടാം. അതല്ല നമുക്ക് ഇത് മാത്രം നെക്ക് പീസ് മാത്രം ഇട്ട് ഇയറിങ്സ് സെപ്പറേറ്റ് ഇടാം അങ്ങനെ. അപ്പം ഇത് ഒരു വർത്ത് ബൈങ് ആയിട്ടുള്ളൊരു ഒരു സംഭവമാണ് കേട്ടോ, ഒരു സംഭവമാണ്. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയാണ്, നല്ല രുദ്രാക്ഷമാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു മെറ്റൽ പാർട്ടാണെങ്കിലും നല്ല സിൽവറാണ്, നല്ല ഓക്സിഡൈസ്ഡ് സിൽവർ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ത്രെഡ് ആണെങ്കിലും നല്ല കട്ടിക്കുള്ള ത്രെഡാണ്, പെട്ടെന്നൊന്നും പൊട്ടിപ്പോയി അങ്ങനെയൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ജ്വല്ലറി മസ്റ്റ് ബൈ ആണ്. നെക്സ്റ്റ് ഐറ്റം എനിക്ക് കാണിക്കാനുള്ളത് ഒരു ഇയറിങ്സിൻ്റെ പെയറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർവാ ചൗത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഇയറിങ്സിൻ്റെ ആ ഒരു ജ്വല്ലറി സെറ്റ് ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നെക്ക് പീസ് മാത്രമേ ഉള്ളൂ, അപ്പം അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഇയറിങ്സ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പെയർ ഓഫ് ഇയറിങ്സ് ആണ് കേട്ടോ വാങ്ങിച്ചത്. സംവട്ട് മാച്ചിങ് ആയിരുന്നു. അപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നും, ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ. ആൻഡ് എനിക്ക് ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിയുമ്പോൾ കാതൊക്കെ വേദന, ഈ ചെവിയൊക്കെ ഇങ്ങനെ വേദന എടുക്കുകയാണെങ്കിൽ എനിക്കിത് പിന്നെ ഇടാനായിട്ട് ഭയങ്കര മടി. ഈ ഒരു ഇയറിങ്സ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് തന്നു. ഞാൻ ഈ ഒരു ഷേപ്പ് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഇയറിങ്സ് ഓർഡർ ചെയ്തത്. കാരണം ഇങ്ങനത്തെ ഷേപ്പിട്ട് ഇയറിങ്സ് നല്ല ട്രെൻഡിങ് ആണ് ഇപ്പോൾ, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇയറിങ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങിക്കാം, നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെവിയിൽ നല്ല വേദന എടുത്തു തുടങ്ങി. അടുത്ത ദിവസം എനിക്ക് ഇയറിങ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥ. കുറച്ച് ദിവസം എടുത്തു ആ ഒരു വേദന മാറാനായിട്ട്. അപ്പം കുറച്ചൊരു ഹെവിയാണ് ഈ ഒരു ഇയറിങ്സ്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര A1 ക്വാളിറ്റി ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഓക്കെ 50-50 ക്വാളിറ്റിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇത് സ്റ്റക്ക് ആവുകയും ചെയ്യും. അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക മൈനസ് പോയിന്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് കാണിക്കാനുള്ളത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു രുദ്രാക്ഷിൻ്റെ ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയില്ല, ആ ഒരു ജ്വല്ലറി സെറ്റ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായില്ല അതായിട്ട് എനിക്ക് അതിലൊരു ഇയറിങ്സ് കിട്ടുമെന്ന്. അതല്ലെങ്കിൽ ഞാൻ ഒരു ഇയറിങ്സ് ഓർഡർ ചെയ്യില്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമേ ഓർഡർ ചെയ്തതായിരുന്നു. അത് മീൻസ് ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ട് വന്നതായിരുന്നു. ഇത് ഒരു ഇങ്ങനെ ജ്വല്ലറി, ഇതും ഇങ്ങനെ ഒരു രുദ്രാക്ഷയുടെ ചെറിയൊരു രുദ്രാക്ഷം കൊടുത്തിട്ട് താഴെ ഒരു ലീഫിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. എനിക്കിങ്ങനെ ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ഇടാൻ ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കാഷ്വൽ വെയറിന് അല്ലെങ്കിൽ ഡെയിലി വെയറിലൊക്കെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഇയറിങ്സ് ഒക്കെ ഇടാനാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ആൻഡ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ഡിഫറെൻറ്റ് ലുക്കിലെ രുദ്രാക്ഷം, അതിലൊരു ഇല അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അടുത്തത് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ജുംക്കയാണ്. ഐ ഡോണ്ട് നോ, ഐ എം ജസ്റ്റ് ഒബ്സസ്ഡ് വിത്ത് ജുംക്കാസ് നൗഡേയ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ജുംക്കാസ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതിനെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിൽ നമുക്കിങ്ങനെ ഡിസൈനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബീഡ്സ് ആണെങ്കിലും താഴത്തെ ആണെങ്കിലും സിൽവറാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് കുറച്ച് വലുതാണ്, കുറച്ച് റൗണ്ട് കൂടുതലാണ്. ആൻഡ് ഞാൻ നേരത്തെ ഇട്ടിരുന്നത് കുറച്ചിങ്ങനെ ഒരു ഷേപ്പിലാണ്. ആൻഡ് ഇത് കുറച്ചും കൂടി ലോങ് ആണ്, കുറച്ച് ഷോർട്ടാണ്. പക്ഷെ ആർക്കാ ജുംക്കാസ് ഇഷ്ടമല്ലാത്ത? ഞാനതാണ് വിചാരിക്കുക. ഐ തിങ്ക് എല്ലാവർക്കും ജുംക്കാസ് ഇഷ്ടമാണ്. ഏതൊക്കെ ടൈപ്പ് ജുംക്കാസ് ഉണ്ടായാലും ഐ കീപ് ഗോയിങ് ബാക്ക് ടു ജുംക്കാസ്. ഞാൻ പിന്നെയും ജുംക്കാസ് ആണ് നോക്കുന്നത്. ഞാൻ വീണ്ടും ജുംക്കാസ് വാങ്ങിക്കാനുള്ള പ്ലാനിലിരിക്കുകയാണ്, സത്യം പറയാമല്ലോ. ബട്ട് ഞാൻ തന്നെ എന്നോട് പറയും, വേണ്ട, നിൻ്റെ അടുത്ത് ഇനി ഉണ്ടല്ലോ, ഇനി എന്തിനാ, ഇനി ഏത് ടൈപ്പ് ഓഫ് ജുംക്കയാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു ജുംക്കയുടെ കാര്യം പറയാനാണെങ്കിൽ ഇത് നല്ല ബ്യൂട്ടി. ഇത് പക്ഷേ
നേരത്തെ കാണിച്ച ജുംക്കേനെക്കാട്ടും ലൈറ്റ് വെയിറ്റ് ആണ്. അറിയേം കൂടിയില്ല ഇത് ഇട്ടിട്ടുണ്ടെന്നും കൂടി കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുള്ള ഇയറിങ്സ് ആണ്. ഇതാ എത്ര വേണമെങ്കിലും എന്ത് ചെയ്താലും നമുക്ക് ചെവിയിലൊരു പ്രശ്നമോ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് 2 കോംബോ ആയിട്ട് കിട്ടിയ ബ്രേസ്ലെറ്റ് ആണ്. ഒന്ന് നമ്മുടെ നോർമൽ പേൾസിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. ആൻഡ് ഒരെണ്ണം ബ്ലാക്ക് രുദ്രാക്ഷ് ആൻഡ് ഇവിടെ കുറച്ച് സ്റ്റോൺസ് ഉണ്ട്. ഈ എല്ലാ സ്റ്റോണും ഓരോന്ന് സിഗ്നിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഇടാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ആൻഡ് ഇതിൻ്റെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും വരും. ഇടാനാണെങ്കിലും നല്ല രസമാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇതിപ്പോൾ നമുക്ക് റൈറ്റ് അല്ല ലെഫ്റ്റ് അല്ല, നമുക്ക് ഇതാ റൈറ്റ് ഹാൻഡിൽ വേണമെങ്കിൽ ഇടാനാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ. ഇനിയും എനിക്ക് കാണിക്കാനുള്ളത് ഒരു നെക്ക് പീസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനിത് കുറച്ചൊരു സ്പിരിച്വാലിറ്റി കൂടിയിട്ട് വാങ്ങിച്ചു പോയതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ബ്ലാക്ക് ബീഡ്സിൻ്റെ മാലയും ആൻഡ് നമുക്ക് ഒരു ലോക്കറ്റുമാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണ്. അപ്പം ജസ്റ്റ് ഒരു കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഇത്രയും വലിയ പെൻഡൻ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുറച്ചും കൂടി ചെറിയ പെൻഡൻ്റ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നപ്പോൾ ഇത്രയും വലിയ പെൻഡൻ്റ് ആയിപ്പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്കിങ്ങനെ നോർമലി ഇടാം. ഇങ്ങനെ ഊരാം. ഇതാ കണ്ടില്ലേ. ഇതിപ്പം നമുക്ക് ഏത് മാലയിൽ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങനെ തന്നെയാണ് വാങ്ങിച്ചത്. ഇതാ ഇത്രയും വലിയൊരു ലോക്കറ്റാണ്. അപ്പോൾ നമുക്കിത് ഏതൊരു മാലയുടെ കൂടെ വേണമെങ്കിലും ഇടാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ആങ്ക്ലെറ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആങ്ക്ലെറ്റ് ഓർഡർ ചെയ്തത്. ഇതൊരു പെയർ ഓഫ് ആങ്ക്ലെറ്റ് ആണ്. ഈവൽസ് ആയി കൊടുത്തിട്ടുണ്ട് ആൻഡ് എലിഫൻറ്റിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 2 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കാലിൽ വേണമെങ്കിലും ഇടാം. അതല്ല നിങ്ങൾക്ക് ഒരു കാലിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. ആങ്ക്ലെറ്റ്സ് ഒക്കെ ഭയങ്കര ഫാഷനാണ് കേട്ടോ. ഞാൻ കാലിൽ പാദസരമാണ് ഇടാറ്. ബട്ട് എനിക്ക് ആങ്ക്ലെറ്റ് ഇടാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ആഗ്രഹം മൂത്തിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം മൂത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ പല ഡിസൈൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ വേണം ആൻഡ് ഈവൽസ് ആയി വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വാങ്ങിച്ചത് കേട്ടോ. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ജ്വല്ലറി ഹോളും ഇവിടെ കഴിയാന്ന്. വളരെ ചെറിയ ഒരു ജ്വല്ലറി ഹോളായിരുന്നു. ബട്ട് എനിക്ക് തോന്നി കാണിച്ചേക്കുന്നതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസസ് ആയിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ എന്തായാലും ബോട്ടം ബാറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ ലിങ്ക് ഇല്ലെങ്കിലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ലിങ്ക്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഹെൽത്തി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.